നിഖിൽ തെറ്റായ നമ്പർ ഡയൽ ചെയ്തു. ഒരു മൃദുവായ ശബ്ദം, ഹലോ, ഇത് ആരാണ് എന്ന് മറുപടി നൽകിയ നിമിഷം അയാൾക്ക് അത് മനസ്സിലായി. ക്ഷമിക്കണം, നമ്പർ തെറ്റി, അയാൾ പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ ശബ്ദം ചിരിച്ചു, ഒരു ചെറുചിരി. അത് കുഴപ്പമില്ല, കുറഞ്ഞപക്ഷം നിങ്ങൾ മാന്യമായി സംസാരിക്കുന്നുണ്ടെങ്കിലും. എന്തോ കാരണത്താൽ അവൻ ഫോൺ കട്ട് ചെയ്തില്ല. പകരം ജിജ്ഞാസ ഉണർന്നു. നീ എപ്പോഴും അറിയാത്ത നമ്പറുകൾക്കാണോ മറുപടി നൽകുന്നത്? എനിക്ക് ബോറടിക്കുമ്പോൾ മാത്രം, അവൾ കളിയാക്കി. ആ ആകസ്മികമായ കോൾ അസാധാരണമായ ഒന്നിന്റെ തുടക്കമായി. തുടർന്നുള്ള ഏതാനും ആഴ്ചകളിൽ അവർ സംസാരിച്ചു, ചിലപ്പോൾ കുറച്ചു മിനിറ്റുകൾ, ചിലപ്പോൾ മണിക്കൂറുകൾ. അവളുടെ പേര് കാവ്യയാണെന്നും ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ലെങ്കിലും അവൾ പോസ്റ്റ് കാർഡുകൾ ശേഖരിക്കുന്നുണ്ടെന്നും ചായയോട് അവൾക്ക് വെറുപ്പാണെന്നും പക്ഷേ അതിന്റെ ഗന്ധം അവൾക്ക് ഇഷ്ടമാണെന്നും അയാൾ മനസ്സിലാക്കി. അവന് രാത്രി ഡ്രൈവുകൾ വളരെ ഇഷ്ടമാണെന്നും ഒരു കാലത്ത് ഒരു സംഗീതജ്ഞനാകാൻ ആഗ്രഹിച്ചിരുന്നെന്നും ചിലപ്പോഴൊക്കെ ജീവിതത്തിന്റെ ബഹളങ്ങളിൽ അവൻ അദൃശ്യനായി തോന്നാറുണ്ടെന്നും അവൾ മനസ്സിലാക്കി. ഇരുവരും പരസ്പരം മുഖം കണ്ടിരുന്നില്ല. പക്ഷേ ആവേശം അവരുടെ സംഭാഷണങ്ങളെ നയിച്ചു. ചുറ്റുമുള്ള ആളുകളേക്കാൾ കാണാത്ത കാര്യങ്ങൾ കൂടുതൽ യഥാർത്ഥമാണെന്ന് തോന്നി. ഒരു രാത്രി അവൾ ചോദിച്ചു, നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടിയില്ലെങ്കിലോ? നമ്മൾ ശബ്ദങ്ങളായി മാത്രം തുടർന്നാലോ? അയാൾ മടിച്ചു നിന്നു, പിന്നെ മന്ത്രിച്ചു, എങ്കിൽ നീ എപ്പോഴും എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ രഹസ്യമായിരിക്കും. പക്ഷേ പിറ്റേന്ന് തന്നെ ഒരു കഫേക്ക് പുറത്ത് അയാൾ കയ്യിൽ ഫോണുമായി കാത്തിരിക്കുന്നത് കണ്ടു. വാതിൽ തുറന്നു. അതാ അവൾ, ഒരു പോസ്റ്റ് കാർഡും പിടിച്ചു. ജീവിതകാലം മുഴുവൻ കാത്തിരുന്നതുപോലെ പുഞ്ചിരിച്ചു. അവൾ ചോദിച്ചു, ഈ മനോഹരമായ രഹസ്യത്തെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അയാൾക്ക് ആ മിസ്ഡ് കോളിന് ഉത്തരം ലഭിച്ചു.